250 ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ നമ്മൾ ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിരിക്കണം. പിന്നെ ഈ കറിയിലേക്ക് തേങ്ങ നമ്മൾ അരച്ച് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്, 2 വലിയ ചുവന്നുള്ളി, 1 ടേബിൾ സ്പൂൺ ജീരകം. ഇത് മൂന്നും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വലിയൊരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചെറിയ ടൈപ്പ് തക്കാളി ആണെങ്കിൽ 2 തക്കാളി ഇടുക. പിന്നെ ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഈ കറിയിലേക്ക് പച്ചമുളക് കൂടുതൽ ചേർത്തിട്ട് മുളകിൻ്റെ പൊടി കുറച്ച് ചേർക്കാം. അതായിരിക്കും ഈ കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മാംഗോയുടെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെവി ക്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോന്നാണ്. ഹെവി ക്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അത് നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ വേണ്ടി കിട്ടും. ഹെവി ക്രീം നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് നമ്മൾ തിളപ്പിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കാം. പാല് തിളപ്പിച്ചിട്ട് വെക്കരുത്. പാല് തിളപ്പിച്ചിട്ട് നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പാട പോലെ വരും. ഇത് പാല് തിളപ്പിക്കാണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കഴിയുമ്പോൾ ഈ പാലിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ ക്രീം പോലെ വരും. അതാണ് ഹെവി ക്രീം എന്ന് പറയുന്നത്. ഈ ഹെവി ക്രീം നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് 2-3 ദിവസം ഇങ്ങനെ എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെയാണ് ഹെവി ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് കറിയാക്കാന്ന്. ഈ ചെറുപയർ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ചെറുപയർ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് നമുക്ക് ചെറുപയർ ചേർക്കാം. ഈ പയർ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി നമ്മൾ കുറച്ച് ഗ്രേവിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഈ പയർ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് വെള്ളം കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഇത് നമ്മൾ കറിയാക്കുന്ന സമയത്ത് രണ്ടാമത് സെപ്പറേറ്റ് വെള്ളം ചേർത്താൽ മതി. നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ട് പയർ വേവിച്ചെടുക്കാം. ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. സാധാരണ നമ്മൾ കടലേക്ക് വേവിച്ചെടുക്കണം അത്രയ്ക്ക് സമയം വേണ്ട ഈ ചെറുപയർ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴേക്കും ചെറുപയർ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് തീ ഓണാക്കാം. ഈ പയർ വേവുമ്പോഴേക്കും തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർക്കാം, തേങ്ങ ചേർക്കാം, 1 ടേബിൾ സ്പൂൺ ജീരകം ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ആ വെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ ടാപ്പിൽ വരുന്ന വെള്ളം നല്ല തണുത്ത വെള്ളമാണെങ്കിൽ വെള്ളം പതുക്കൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയാക്കാം. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും പച്ചമുളകും ചേർക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർക്കണം. സവോള ചേർക്കാം, പച്ചമുളക് ചേർക്കാം. ഈ സവോളയ്ക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഏറ്റവും ആദ്യം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ആ മഞ്ഞളിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടിക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. സാധാരണ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന ഒരുവിധ മിക്ക കറികളിലേക്കും മല്ലിപ്പൊടി ചേർക്കില്ല. അപ്പോൾ മുളക് പൊടിയും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ ചെറുപയർ ചേർക്കുമ്പോൾ നമുക്ക് രണ്ടാമത് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമുക്ക് തക്കാളിയിലേക്ക് ആവശ്യത്തിനോട് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം ചെറുപയർ ചേർക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കണം തേങ്ങയും കൂടി ചേർക്കാം. നമുക്ക് ഞാനിവിടെ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർക്കാം. ഈ തേങ്ങ നമ്മൾ അരച്ചത് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് എന്തോരം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം കൂടി ചേർക്കാം. ഞാൻ ഈ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ഏറ്റവും ആദ്യം തക്കാളി വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം.
ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർക്കുന്നത്. ഈ ഗരം മസാലയ്ക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ കറിയിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് എന്തോരം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. കുറച്ച് വെള്ളം കൂടുതൽ നിൽക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രേവിക്ക് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ അതനുസരിച്ചിട്ട് കറിയിൽ നമുക്ക് വെള്ളം ചേർക്കാം. കറി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം.